നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോളെ, മണിച്ചേട്ടൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? അതെ, ഇവിടുത്തെ സാറും മേഡവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, അത് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നം. അവര് തമ്മിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല. ഈ മണിച്ചേട്ടൻ എന്തൊക്കെയാ ചോദിക്കുന്നത്? അല്ല മോളെ, സാറ് ചെയ്യുന്ന ഒരു കള്ളത്തരം ഞാൻ കണ്ടതാണ്. അതും മേഡത്തിനെ ഒളിപ്പിച്ച്. മണിച്ചേട്ടാ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതേ. ഈ കുടുംബത്തൊന്നും നടക്കില്ലേ? അയ്യോ മോളെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഇന്നലെ ഇവിടെ പത്രം വന്നില്ലല്ലോ. മേഡം കാശും തന്ന് എന്നോട് പുറത്തുപോയി പത്രം മേടിക്കാൻ പറഞ്ഞു. ഞാൻ പത്രമായി തിരിച്ചു വന്നപ്പോ സാർ ആ പത്രം അങ്ങ് വാങ്ങി. എന്നിട്ട് സാർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? പത്രം എവിടെയും കിട്ടിയിട്ടില്ലെന്ന് മേഡത്തിനോട് കള്ളം പറയാൻ പറഞ്ഞു. എന്റെ മോളെ, മേഡത്തിനോട് അത് ഞാൻ പറയാൻ പെട്ട പാടെന്താണെന്ന് അറിയാവോ? പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞങ്ങ് ഒപ്പിച്ചു. അപ്പോഴാ എനിക്ക് സംശയം കയറിയത്. ചിലപ്പോ സാറിനെ കുറിച്ച് പത്രത്തിൽ വല്ല ന്യൂസും വന്നെങ്കിലോ, കുഴപ്പം പിടിച്ച എന്തെങ്കിലുമേ. മണിയേട്ടാ, സാറിനെയോ മാഡത്തിനെ കുറിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാലേ ദേ ആ ഇരിക്കുന്ന തിളച്ച വെള്ളം ഉണ്ടല്ലോ, എടുത്ത് ഞാൻ തല വഴി ഒഴിക്കും. അയ്യോ, എന്നാ വേണ്ട. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഓ, ഇനിയും പ്രശ്നമുണ്ടോ? ഉണ്ട് മോളെ. ഈ വീട്ടിൽ ഇന്നത്തെ ദിവസം പത്രം വന്നിട്ടില്ല. വന്ന പത്രം കാണിക്കുന്നുമില്ല. അപ്പൊ എന്തോ ഒരു ഇതില്ലേ? മണിയേട്ടനെ ഇക്കാര്യത്തിലൊക്കെ ഒരു സീഡിയാ. രാജുവേട്ടൻ എന്താ പറഞ്ഞേ? രാജുവേട്ടൻ വരുന്നത് വരെ രാജുവേട്ടൻ ഇവിടെ എങ്ങനെയാണോ നിന്നത് അതുപോലെ നിൽക്കണം എന്നല്ലേ? രാജുവേട്ടൻ ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോയില്ലായിരുന്നു. എന്റെ പൊന്നു മണിച്ചേട്ടാ, നമ്മൾ ഇക്കാര്യത്തിലൊക്കെ ഇടപെടാൻ പോയാലേ അടി വാങ്ങിക്കാനേ സമയം ഉണ്ടാവും. അതുകൊണ്ട് മണിച്ചേട്ടൻ ഇതങ്ങ് വിട്ടേക്ക്. ഓ, ഞാനിതങ്ങ് വിട്ടു. അല്ലെങ്കിലും എനിക്ക് ഇതിനകത്തൊക്കെ എന്താ കാര്യം? അല്ല മോളെ, ഇന്നത്തെ പത്രത്തിൽ എന്തായിരിക്കും? മണിച്ചേട്ടാ, പാ വെറുതെ ഇരുന്നാലേ ഞാനിങ്ങനെ എന്തെങ്കിലും ചോദിച്ചോണ്ടിരിക്കും. പത്മ, ഐ എം റെഡി. പോവാം. നിങ്ങൾ രണ്ടുപേരും കൂടി പൊയ്ക്കോളൂ. എന്തുപറ്റി? താൻ ഓഫീസിലേക്ക് വിടുന്നില്ലേ? ഞാൻ പോകാൻ റെഡിയായതാ, പക്ഷേ എന്തോ മനസ്സിനൊരു സുഖമില്ല. താൻ എന്താ ഈ പറയുന്നത്? തളർന്നു കിടന്നാലും ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന താനാണോ ഈ പറയുന്നത്? എഴുന്നേക്കടോ, എല്ലാം അവിടെ ചെല്ലുമ്പോൾ ശരിയാവും. ഞാൻ ഇന്ന് വന്നാൽ ശരിയാവില്ല.